നിന്റെ അമ്മ ഇവിടെ കൊണ്ടുവരാനാ? അതൊന്നും ശരിയാവൂല. കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ അനിയത്തിലൂടെ തന്നെയല്ലേ അമ്മ നിൽക്കുന്നത്. ഇതിപ്പോൾ അവർക്ക് ഓൺ സൈറ്റ് പോകേണ്ടതുകൊണ്ടല്ലേ. ഇടി, അവർക്ക് ഓൺ സൈറ്റ് പോകണമെങ്കിൽ പൊക്കോട്ടെ. നിന്റെ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടല്ലോ, അവിടെ പോയി നിൽക്കണം. നിങ്ങൾ എന്താ കാര്യം മനസ്സിലാക്കാൻ സംസാരിക്കുന്നേ? അമ്മയുടെ ഹെൽത്ത് കണ്ടീഷനിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് നിർത്താനൊന്നും പറ്റത്തില്ല. അച്ഛൻ മരിച്ചപ്പോഴേ നമ്മൾ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. ഇതിപ്പോൾ വെറും 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഈ ലോകത്തിലെ ഭർത്താക്കന്മാർ വെച്ചവർ ഒറ്റയ്ക്ക് ജീവിക്കണല്ലോ. എടി, നിന്റെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണെങ്കിൽ നോക്കാൻ ആളെ വെക്കണം. അച്ഛൻ്റെ പെൻഷൻ കാശൊക്കെ വരണുണ്ടല്ലോ. അപ്പം പിന്നെ വയസ്സാം കാലത്ത് മക്കളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ നോക്കണം. നിങ്ങളുടെ അമ്മ ഇവിടെ 1 മാസമായിട്ടില്ലേ? അതിനൊന്നും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കാൻ പാടില്ല അല്ലേ? ഇടി, എൻ്റെ വീട്ടിൽ ആര് നിൽക്കണം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എൻ്റെ അമ്മ ഇവിടെ നിൽക്കണത് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അത് കഴിയുമ്പോൾ അമ്മ അങ്ങ് പോവും. അല്ലാതെ നിന്റെ അമ്മയെ പോലെ ആരും നോക്കാതെ കൊണ്ട് തള്ളിയിട്ട് പോയതല്ല. ഏതായാലും നീ നിന്റെ അനിയത്തിയെ വിളിച്ച് പറ, നോക്കാൻ പറ്റൂലെന്ന്. അല്ല, നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാവും. അയ്യോ, നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ല. ഇവിടെ ഇപ്പം അമ്മ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ടുണ്ടേ. അപ്പോൾ പിന്നെ പലപ്പോഴും നമ്മൾ വീട്ടിൽ കാണാറില്ല. അല്ല, കുഴപ്പമില്ല, നമ്മൾ നോക്കിക്കോളാം. ആ, ശരി. ആരോടാ വിളിച്ചത്? അത് അവളുടെ അനിയത്തിയുടെ ഭർത്താവ് വിളിച്ചത്. അവർ രണ്ടുപേരും കൂടെ എന്തോ കാനഡയിൽ ഓൺ സൈറ്റിന് പോകണം. അപ്പോൾ ആ 2 മാസം അവളുടെ അമ്മയെ നമ്മൾ നോക്കണം. അവരിവിടെ നിൽക്കാൻ പോകണം. ഡേ, ഈ കാനഡ ഓൺ സെറ്റ് എന്നൊക്കെ പറഞ്ഞ ഒറിജിനലാണോ? ഇനി നോക്കിയപ്പെടുത്തിട്ട് ഇവിടെ കൊണ്ട് തള്ളുന്നതാണോ എന്തോ? ഏയ്, അവൻ അങ്ങനെ കാണിക്കൂല. അവളുടെ അച്ഛൻ മരിച്ചപ്പോൾ ഉള്ള ഫുൾ ചിലവും അവനാണ് എടുത്തത്. എടാ, ഒന്നും കാണാതെ ഇതൊക്കെ ചെയ്യാൻ അവൻ പൊട്ടനൊന്നുമല്ല. അവൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ സ്വത്തും പെൻഷനും ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് അവൻ അവരെ സ്നേഹിക്കുന്നത്. അല്ലാതെ ഭാര്യയുടെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാൻ അവനാര്? നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ തള്ള മരുമോനെന്ന നിലയ്ക്ക് എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ നീ അവരെ നോക്കേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടാ. ഞാൻ മാക്സിമം പറഞ്ഞു നോക്കിയതാ. പക്ഷേ അമ്മയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? എടീ, അമ്മയ്ക്ക് മാതള ജ്യൂസ് കൊടുത്തായിരുന്നോ? ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴത്തേക്കും കൊടുക്കാം. ഇടി, നിനക്ക് തോന്നുമ്പോൾ കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തന്നെ കൊടുക്കാൻ പറഞ്ഞത്. അമ്മയുടെ കാര്യം പോലും നോക്കാതെ നിനക്ക് എന്തോ ഇത്ര വലിയ മലവർക്കിട പണി ഇവിടെ? ഒരു കാര്യം നേരെ വേണം ചെയ്യൂല. നഷ്ടം തന്നെ. പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു പോയി. കരുണേ, അമ്മയുടെ മെഡിക്കൽ ബില്ലിങ് എടുത്തേ. 1 മിനിറ്റ്. ഓ, അമ്മയുടെ ക്ലെയിം എമൗണ്ട് ഫുള്ള് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. നമുക്കെന്തിനിപ്പോ? എടി, അമ്മ 5 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നേനെ 1.5 ലക്ഷം രൂപയിലെ ബില്ലായത്. പിന്നെ പണ്ടേ അച്ഛൻ അമ്മയുടെ പേരിൽ ഇൻഷുറൻസ് എടുത്തില്ലായിരുന്നു, ഇപ്പോൾ കാണാമായിരുന്നു. ഭാവിയിൽ ഇതിൻ്റെയൊക്കെ പ്രീമിയം എമൗണ്ട് കൂടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോഴാണെങ്കിൽ 1 കോടിയുടെ വരെ ഹെൽത്ത് ഇൻഷുറൻസിന് മാസം 390 തൊട്ട് തുടങ്ങുന്ന പ്ലാനുകളുണ്ട്. പിന്നെ ഓൺലൈനിലായതുകൊണ്ട് 25% വരെയുള്ള ഡിസ്കൗണ്ടും കിട്ടും. അന്ന് തന്നെ നീ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതല്ലേ, അവരുടെ റിലേഷൻഷിപ്പ് മാനേജർ വന്ന് 30 മിനിറ്റിനുള്ളിൽ തന്നെ ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും അവർ തന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ അവർക്ക് 3 മാസം മാത്രം വെയിറ്റിംഗ് പീരീഡിലുള്ള മെറ്റേണിറ്റി പ്ലാനുകളുണ്ട്. പിന്നെ ഒരു കുഞ്ഞിന് വേണ്ടി നോക്കുന്നത് നമ്മൾ അതങ്ങ് കൈയോടെ എടുത്തേക്കാം. ഇതിപ്പോൾ എവിടെ നിന്നാണ് എടുക്കുക? ഇത് കണ്ടോ, ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയിലെ ലീഡിങ് കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്ത് ബെസ്റ്റ് പ്ലാൻ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്കൂടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാവോ? നിൻ്റെ അച്ഛൻ്റെ പെൻഷൻ കാശ് പോലും നിൻ്റെ അനിയത്തിക്കല്ലേ അമ്മ കൊടുക്കണം. അവരുടെ അടുത്ത് അങ്ങ് എടുത്തു തരാൻ പറഞ്ഞാൽ മതി. അമ്മ അവർക്ക് എന്ത് കൊടുത്തെന്നാണ് നിങ്ങൾ എപ്പോഴും കുത്തി കുത്തി പറയുന്നത്? അമ്മയ്ക്ക് കിട്ടുന്ന പെൻഷൻ പൈസ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ പോലും തികയുന്നില്ല. അമ്മ എത്താറായോ? ഞാനിപ്പോൾ വിളിക്കാൻ വരാൻ പറയാം. ഓക്കെ. ജറാമേ, അമ്മ 20 മിനിറ്റിൽ അവിടെ സ്റ്റേഷനിലെത്തും. ഒന്ന് പോയി വിളിച്ചോണ്ട് വരാമോ? പിക്ക് ചെയ്യാൻ പോകാനൊന്നും എനിക്ക് വയ്യ.
പുറത്ത് പ്രീപെയ്ഡ് ഓട്ടോ കിട്ടും, കയറി ഇങ്ങ് വരാൻ പറഞ്ഞാൽ മതി. ആ എത്തിയാ? യാത്രയൊക്കെ സുഖമായിരുന്നോ? കുഴപ്പമില്ല. അകത്തേക്ക് വരും. പിള്ളേർ രണ്ടുപേരും ഓൺ സൈറ്റ് പോയല്ലേ? ആ. പിള്ളേരുടെ പോകത്തുന്ന സ്ഥലമൊക്കെ കാണാമായിരുന്നല്ലോ. ഈ പ്രായത്തിലൊന്നും. ആ അല്ലെങ്കിലും കാനഡയിൽ പോണ ചില്ലറ ചിലവാ. പിള്ളേർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടും ആവും. അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെയൊന്നും ആശ്രയിക്കാതെ അവനവൻ്റെ കാര്യം നോക്കണതാണ് നല്ലത്. അല്ലെങ്കിൽ പിള്ളേർ ഇതുപോലെ ഞാൻ നോക്കും നീ നോക്കെന്ന് പറയും, നമ്മളായിട്ട് ഷട്ടിലടിക്കും. അമ്മ വാ, നമുക്ക് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാം. മോളെ, അടുത്ത ആഴ്ച ഞാൻ പോകണമെന്ന് വെച്ച് എൻ്റെ റൂം അമ്മയ്ക്ക് കൊടുക്കല്ലേ. എൻ്റെ റൂമിൽ ആരും കയറണതും കിടക്കണമെന്നും എനിക്കിഷ്ടമല്ല. എടി, ഞാൻ ഒന്ന് പുറത്തോട്ട് പോണേ, വരുമ്പോൾ ലേറ്റാവും. മോനെ സുഖമാണോ? അമ്മ, ഫുഡിന് ശേഷം മരുന്നെടുത്ത് കഴിക്കണേ. ഞാൻ വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് വരണോ? ആ അമ്മ, സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങി ഉടനെ എന്നെ വിളിക്കണേ, ഞാൻ ക്യാബ് ബുക്ക് ചെയ്ത് തരാം. അതൊക്കെ ശരി. പിന്നെ ആ തള്ള ഇനി കൂടുതൽ സൽക്കരിക്കാൻ നിൽക്കല്ലേ. അവർക്ക് ഇവിടെ പിടിച്ചു അവർ പിന്നെ ഇവിടെ നിന്ന് പോവില്ല. ഇടയ്ക്കിടയ്ക്ക് ആ ചെറുക്കനെ ഒന്ന് വിളിച്ചോണം. ഓൺ സൈറ്റ് വല്ലതും എക്സ്റ്റെൻഡ് ആയിപ്പോയാൽ ആ തള്ള നിൻ്റെ തലയിലാവും. ഒന്നാമതവർക്ക് വലിവിൻ്റെ അസുഖമുള്ളതാണ്. എങ്ങാനും വല്ലതും സംഭവിച്ചു പോയാൽ നീ വെറുതെ കിടന്ന് ഓടേണ്ടി വരുവേ. അതൊന്നും ആലോചിച്ച് അമ്മ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളും. അമ്മ പറഞ്ഞ ജയറാമേ, അമ്മയെ കൊണ്ടുവിട്ടിട്ട് വരുമ്പോൾ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചോണ്ട് വരണേ. ഇതെന്തോന്നത്? ബിരിയാണി, റൈസ്, ചിക്കൻ. എടി, നീ എന്തോന്ന് ഇവിടെ പാർട്ടി നടത്താൻ പോണ? ഇവിടെ ഉള്ളതൊക്കെ കൊണ്ട് അങ്ങോട്ട് വച്ചോണ്ടാ മതി. അല്ലെങ്കിൽ തന്നെ വരാൻ പോണ 2 മാസം ഇനി ഒടുക്കത്തെ ചിലവായിരിക്കും. അമ്മ വന്നേ. കരുണേ, ഓ ഒന്നിങ്ങ് വന്നേ. കരുണേ, അതെ വരുന്നു. എന്താ ജയറാം? എടി, ഇന്ന് എനിക്ക് മീറ്റിംഗ് ഉള്ളതാ, ഞാൻ കോട്ടും എടുത്തിട്ട് വന്നേ. ഞാൻ കോട്ട് അയൺ ചെയ്ത് അവിടെ മേളിൽ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് പോയി എടുക്കും. എന്റെ കയ്യിലാകെ എണ്ണയാ. നീ അത് ഞാൻ പോയി എടുക്കണമായിരിക്കും. എടി, നിന്റെ അമ്മ ഇവിടെ വന്നെന്നും പറഞ്ഞ് അവരെ കൂടുതൽ ശുശ്രൂഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ ആ കൈ കഴുകിട്ട് പോയി എടുത്തിട്ട് വന്നേ. ഇതേ ജയറാം, ചുമ്മാ എന്റെ അമ്മയെ പറയല്ലേ. ഇത് ഞാൻ കുറെ ആയി സഹിക്കണം. എന്നാ സഹിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അമ്മയെ വിളിച്ചോണ്ട് എങ്ങോട്ടെന്ന് വെച്ചാൽ പൊയ്ക്കോ. ഇവിടെ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ പറയണത് കേൾക്കണം. പോയി കോട്ടെടുത്തോണ്ട് വാ. നമുക്ക് 3% ലോസ് ആയിരുന്നു സാർ. 1 സെക്കൻഡ്. എടി, നിന്റെ അമ്മയുടെ അടുത്ത് വല്ല സിറപ്പ് എടുത്ത് കുടിക്കാൻ പറ. ഇങ്ങനെ കുറച്ചുകൊണ്ടിരുന്ന മനുഷ്യന് മീറ്റ് കേട്ടിട്ടേ. എടി, അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിന്റെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരണത്. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച നിന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കാണിച്ച ചെലവ് തന്നെ എത്രയാണെന്ന് വല്ല ബോധമുണ്ടാ? അതിൻ്റെ ഇടയ്ക്ക് മരുന്നും കൂടെ വാങ്ങിക്കണം. പിന്നെ ഇതൊക്കെ ആര് വാങ്ങാനാ?
ഇടി ഈ വക ചിലവൊന്നും തലയിലേറ്റി വെക്കേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. പിന്നെ നിന്റെ അമ്മയെ നോക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ഒന്നുമല്ല. അത് നീ നിന്റെ അനിയത്തിയെ വിളിച്ച് പറ. അവിടെ നിന്ന് ക്യാൻഡ കിടന്ന് വിലസയില്ലേ, അവൾ വന്ന് നോക്കും. അമ്മ അവളുടെ മാത്രമല്ലല്ലോ എന്റെയും കൂടെ അല്ലേ. മൂത്ത മോളെന്നുള്ള നിലയിൽ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും ഉണ്ട്. ഇടി എന്നാ അത് സ്വന്തം ചെലവിൽ നോക്കണം. ഇതിപ്പോ നീ എൻ്റെ ചെലവിലാണ് ഇവിടെ നിൽക്കണത്, ഞാനിടയ്ക്കാണ്. ജോലിക്ക് പോകാൻ പറ്റാത്ത എന്റെ കുറ്റമാണോ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കണ്ട. നിനക്കിപ്പോൾ ഇവിടെ ഒന്നിനും ഒരു കുറവുമില്ലല്ല, അത് തന്നെ നിന്റെ ഭാഗ്യമൊന്ന് വിചാരിക്കണം. അമ്മ ഈ പാവമായിട്ട് നിന്നോട്ടാ. ഇനിയും ഞാൻ ഇവിടെ നിന്ന് വെറുതെ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകും മോളെ. അതുകൊണ്ട് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോവുക. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മ അവിടെ പോയി ഒറ്റയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യും? അതൊന്നും കുഴപ്പമില്ല. ഇനിയെങ്കിലും പിള്ളേരെ ബുദ്ധിമുട്ടിക്കാതെ ഒറ്റയ്ക്ക് ജീവിച്ച് പഠിക്കണം. നിൻ്റെ അച്ഛൻ ഉള്ളതുവരെ എന്നെ ഒരു കുറവുമില്ലാതെ നോക്കിയതാണ്. പെട്ടെന്ന് ഒരു ദിവസം അവരെന്നെ വിട്ട് പോയപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു. ഏതായാലും അവസാന കാലം വരെ മക്കൾ നോക്കുമോ ഇല്ലയോ എന്ന് പേടിച്ച് ജീവിക്കണേക്കാളും ഇപ്പോഴേ തനിച്ച് ജീവിക്കണതാണ് നല്ലത്. അമ്മ നീ വിഷമിക്കണ്ട മോളെ, നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. നിനക്ക് എന്നെ നന്നായിട്ട് നോക്കണമെന്ന് തോന്നിയാൽ പോലും ഈ വീട്ടിൽ അത് നടക്കൂല. നിനക്ക് ഈ വീട്ടിലൊരു വില വേണമെങ്കിൽ ചെറുതായാലും കുഴപ്പമില്ല, നിനക്കൊന്നൊരു ജോലി വേണം. അമ്മ പോട്ടെ മോളെ. എടി, നിന്റെ അനിയത്തിയുടെ ഭർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ? എന്തോ അവൻ്റെ വർത്തമാനം കേട്ടാ ഞാൻ എന്തോ മനഃപൂർവ്വം അവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് പോലെ ഉണ്ടല്ലോ. എടി, അവൻ ആരെന്നാണ് അവൻ്റെ വിചാരം? 2 മാസം അമ്മയെ നോക്കാനുള്ള ചെലവാണ് പ്രശ്നമെങ്കിൽ അവൻ പൈസ അയച്ചു തരാമെന്ന്. നമ്മളെന്താ ഇവിടെ പൈസ ഇല്ലാതെ നടക്കണം? അവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അമ്മായി അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണുന്ന ആണുങ്ങളും ഇവിടെ ഉണ്ട്. ഓ, അപ്പം നീ എന്തോന്ന് പറഞ്ഞു പറഞ്ഞത്? ഞാൻ ആണല്ലെന്നാ? നിങ്ങൾ എന്തോന്ന് വിചാരിച്ച് സ്വന്തം ഭാര്യയ്ക്ക് ഒരു വിലയും തരാതെ അടക്കി നിർത്തുന്നതാണ് ആണത്തോന്നോ? സ്വന്തം ഭാര്യയോടും അവളുടെ വീട്ടുകാരോടും നന്നായിട്ടൊന്നും പെരുമാറാൻ അറിയാത്ത നിങ്ങളെയൊക്കെ ഒരു പെണ്ണ് റെസ്പെക്ട് ചെയ്യുമെന്ന് കരുതിയാ? നിങ്ങളുടെ അമ്മ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നില്ലേ? അതേസമയം എൻ്റെ അമ്മ വന്നപ്പോൾ നിങ്ങൾക്ക് ചെലവാക്കാൻ വയ്യാന്ന്. എല്ലാം പോട്ടെ, എൻ്റെ അമ്മയോട് മരുമോൻ എന്നുള്ള നിലയിൽ അമ്മയ്ക്ക് സുഖമാണോന്നെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ അമ്മ വയ്യാതെ ഒന്ന് ചുമച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? അമ്മ കുരയ്ക്കുന്നല്ലേ? നിങ്ങളുടെ അമ്മയോടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിലോ അവരുടെ അവസ്ഥ എന്താവുമായിരുന്നു? നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ എത്ര ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ അമ്മയും. കല്യാണം കഴിഞ്ഞെന്ന് വെച്ചിട്ട് പെമ്മക്കൾക്ക് അവരുടെ വീട്ടുകാരെ ഉപേക്ഷിക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ അമ്മ ഇപ്പൊ അനുഭവിക്കുന്ന വേദന ഒന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നാളെ വയസ്സാം കാലത്ത് നിങ്ങളൊരു ബാധ്യതയാണെന്ന് കണ്ട് എവിടെങ്കിലും കൊണ്ടുപോയി തള്ളുമ്പോഴേ നിങ്ങൾ പഠിക്കൂ. അമ്മ, മോളെ നീ എന്താ ഇവിടെ? അമ്മ ബാഗ് എടുക്ക, നമുക്ക് വീട്ടിൽ പോവാം. ഭാര്യയുടെ അച്ഛനമ്മയെ നോക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമേ അല്ല എന്ന് വിശ്വസിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്.
പക്ഷെ അതേസമയം ഇവരുടെ അച്ഛനും അമ്മയും ഭാര്യ നല്ല രീതിയിൽ നോക്കണമെന്ന് ഇവർ വാശി പിടിക്കുകയും ചെയ്യും. ഇതിലെന്ത് ലോജിക്കാണുള്ളത്? ഇന്നും പല പെൺകുട്ടികൾക്കും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് സ്വന്തം അച്ഛനെയും അമ്മയും വയസ്സാം കാലത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ, കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി സ്വന്തം വീട്ടുകാരെ തന്നെ മറക്കണം? സ്വന്തം അച്ഛനെയും അമ്മയും നോക്കുന്നത് കടമയായും ഭാര്യയുടെ അച്ഛനെയും അമ്മയും നോക്കുന്നത് വെറും ബാധ്യതയായും കാണുന്ന ചില ഭർത്താക്കന്മാരുടെ മൈൻഡ് സെറ്റ് മാറിയാൽ മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. വയസ്സാം കാലത്ത് തൻ്റെ ആവശ്യങ്ങൾ സ്വന്തം മക്കളോട് പോലും തുറന്നു പറയാൻ പറ്റാതെ ഒറ്റപ്പെടലിൽ ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ഈ ലോകത്താണ്. അവരുടെ വേദന അറിഞ്ഞിട്ടും നിങ്ങൾ കണ്ടില്ല എന്നടിക്കരുത്. ഇനിയെങ്കിലും ഓരോ ഭർത്താക്കന്മാർക്കും ഭാര്യയുടെ മാതാപിതാക്കളെയും സ്വന്തം മാതാപിതാക്കളായിട്ട് കാണാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. വിവാഹശേഷം സ്വന്തം മാതാപിതാക്കളെ നോക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എങ്കിൽ അതെന്തെല്ലാമാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇത് വായിച്ചിട്ടെങ്കിലും പല ഭർത്താക്കന്മാരും ഒന്ന് മാറി ചിന്തിക്കട്ടെ. ഇനിയെങ്കിലും ഭാര്യയുടെ മാതാപിതാക്കളെ കെയർ ചെയ്യുന്നത് ഒരു ബാധ്യതയായി ആരും കാണാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നൊരു കാര്യം, ഇപ്പം മെഡിക്കൽ എക്സ്പെൻസസ് ഓരോ ദിവസവും കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് നമ്മുടെ സമ്പാദ്യം ഭദ്രമാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നിങ്ങൾക്കും ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്ത് ഒരു ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണും. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഇതേ നല്ലത്.